Hey guys, welcome back to our channel Lit Chats. അപ്പോൾ ഈ ഒരു വീഡിയോ മുതൽ നമ്മൾ ലിറ്റ്മോസ്ഫിയറിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് റിവിഷനാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സീരീസിൽ നിങ്ങളുടെ എല്ലാ ലിറ്റ്മോസ്ഫിയറിലുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഷോർട്ടായിട്ടുള്ള നോട്ട്സും അതേപോലെ തന്നെ അതിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് പ്ലേലിസ്റ്റിൽ പോയിട്ട് കാണേണ്ടതാണ്. അത് കണ്ട് അതിനെക്കുറിച്ചൊരു ഐഡിയ ക്ലിയർ ആയിട്ടുണ്ട്. അതിന് ശേഷം മാത്രം ഈ ഒരു എക്സാം ഓറിയൻറ്റഡ് റിവിഷനിലേക്ക് വരിക. കാരണം ഇതിലങ്ങനെ ഡീറ്റെയിൽ ആയിട്ടല്ല നമ്മൾ പറയുന്ന വളരെ ഷോർട്ടായിട്ടുള്ള നോട്ട്സും അതേപോലെ തന്നെ ഏറ്റവും മെയിനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം ഈ ഒരു സീരീസിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിൽ ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് 3 ചാപ്റ്റേഴ്സാണുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ലൂയിസ് മാഗ്നീസിൻ്റെ ടു പോസ്റ്ററിറ്റി എന്നുള്ള ഒരു പോമാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യം കുറച്ച് പോയിന്റ്സ് ആയിട്ട് ഓരോ ചാപ്റ്ററിലും എന്താണ് പറയുന്നതെന്നും അതിനുശേഷം ഒരു എസ്സേ ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ തറവായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഏതൊരു ചാപ്റ്ററും നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും എഴുതാൻ പറ്റുന്ന രീതിയിൽ ഉള്ള രീതിക്കാണ് നമ്മൾ ആ പോയിന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് നമുക്കതിൻ്റെ ഏത് കളക്ഷനിൽ നിന്നാണ് എടുത്തത്, അതേപോലെ തന്നെ ഏത് ഇയർ ആണെന്നൊക്കെ ഓർത്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. ദ പോം പബ്ലിഷ്ഡ് ഇൻ ഹിസ് 1957 കളക്ഷൻ വിസിറ്റേഷൻസ്. പോയിറ്റ്സ് കൺസേൺ ഫോർ ഫ്യൂച്ചർ ജനറേഷൻ അബൌട്ട് ദ ഇൻക്രീസിങ് അഡിക്ഷൻ ടുവേർഡ്സ് ടെക്നോളജി ആൻഡ് സോഷ്യൽ മീഡിയ. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് എന്താണ് പറയുന്നത്, ഭാവി തലമുറയ്ക്ക് എങ്ങനെയാണ് ടെക്നോളജിയോടും സോഷ്യൽ മീഡിയയോടും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അഡിക്ഷൻ, അതിനെക്കുറിച്ചാണ് മെയിനായിട്ടും ഈ ഒരു കവിതയിൽ പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ടൈറ്റിലിൻ്റെ മീനിങ് എന്തായാലും പഠിച്ചു വയ്ക്കുക. ടു പോസ്റ്ററിറ്റി അല്ലെങ്കിൽ പോസ്റ്ററിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ ജനറേഷൻ എന്നാണ്. ടു പോസ്റ്ററിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഫ്യൂച്ചർ ജനറേഷൻ. അപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള ഫ്യൂച്ചർ ജനറേഷനോട് നമ്മുടെ പോയിട്ട് എന്തോ കാര്യമായിട്ട് പറയുന്നതാണ് ഈ ഒരു കവിതയിൽ എന്നുള്ളത് വളരെ കറക്റ്റായിട്ട് മറക്കാതെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ബുക്സ് ആൻഡ് റീഡിംഗ് ഹാബിറ്റ്സ് ബിക്കെയിം ലൈവ്ലെസ് ആസ് ഇൻ ഗ്രേവ് യാർഡ്സ്. അപ്പോൾ പുസ്തകങ്ങളും അതേപോലെ തന്നെ വായനാശീലമൊക്കെ ഒരു ശവപ്പറമ്പിലുള്ളതുപോലെ അല്ലെങ്കിൽ തീരെ ജീവനില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ റീപ്ലേസ്ഡ് റീഡിങ് ആൻഡ് സ്പീക്കിംഗ്. അതിന് പകരം ആ ഒരു റീഡിങ്ങിനെയും മാത്രമല്ല സ്പീക്കിങ്ങിനെ പോലും, സംസാരത്തിനെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആരവിടെ വന്നിട്ടുണ്ട്, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പീപ്പിൾ കൺസിഡർ സോഷ്യൽ മീഡിയ ആസ് ഈസി ആൻഡ് ബെറ്റർ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആളുകൾ ആ ഒരു നേരിട്ട് ഒരാളോട് സംസാരിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ വീട്ടിൽ പോയി അല്ലെങ്കിൽ അടുത്ത് പോയി ഇരുന്ന് സംസാരിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ വളരെ ഫാസ്റ്റായിട്ട് വളരെ സുഗമമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അതൊരു കൂടുതൽ ഈസി ആയിട്ടുള്ള ഒരു മാധ്യമമായിട്ട് നമ്മൾ കണക്കാക്കാൻ തുടങ്ങിയിരിക്കുന്നു. If you find out books which have flowers and fruits with its same color and taste framed in words, you can enjoy life in real. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു പുസ്തകങ്ങളിൽ കൂടെ, പുസ്തകങ്ങൾ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തു തരുന്നത്, പുഷ്പങ്ങളെയും അല്ലെങ്കിൽ പൂക്കളേനെയൊക്കെ അതിൻ്റെ അതേ ഭംഗിയിലും അതേപോലെ തന്നെ ഫ്രൂട്ട്സിനെയൊക്കെ അതിൻ്റെ അതേ രുചിയിലൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്, വാക്കുകൾ കൊണ്ട് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനോടൊക്കെ നമുക്ക് ആ ഒരു വൈമുഖ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ, പുസ്തകങ്ങൾ യൂസ് ചെയ്യുന്നതിൽ നിന്നും നമ്മൾ വ്യതിചലിച്ച് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പൂക്കളേനെയും പഴങ്ങളെയൊന്നും അതിൻ്റെ ഭംഗിയിലും അതിൻ്റെ രുചിയിലൊന്നും നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവിടെ ആ ഒരു ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുന്നത് എന്താ, ഫ്രൂട്ട്സ് ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസുകളാണ്. നമുക്ക് ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസുകളെ അതിൻ്റെ അതേ സത്തോടു കൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതർവൈസ് യുവർ ബേർഡ്സ് വിൽ ലോസ് ഇറ്റ്സ് വിങ്സ്. ഇപ്പോൾ നമ്മുടെ ബേർഡ്സ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സ്വപ്നങ്ങളാണെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ആണെങ്കിൽ നമ്മുടെ കഴിവുകളാണ്. അങ്ങനെ പല പല ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്കതിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു പക്ഷിക്ക് അതിൻ്റെ ചിറക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, പക്ഷിയുടെ ഏറ്റവും വലിയ കഴിവ് എന്താ, പറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിറക് നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ അതിൻ്റെ കഴിവ് നഷ്ടപ്പെട്ടു എന്നാണ്. അതുപോലെ യാതൊരു കഴിവുകളും ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു സ്വപ്നങ്ങളും ഇല്ലാത്ത യാതൊരു ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത വിഭാഗമായിട്ട് നമ്മൾ മാറിപ്പോകും പുസ്തകങ്ങളുടെ ആബ്സെൻസിൽ. ഇൻ ടോട്ടൽ യു ക്യാൻ റീച്ച് യുവർ ഡിസയേഴ്സ് ഓൺലി ഇഫ് യു സ്റ്റാർട്ട് റീഡ് ബുക്സ് ആൻഡ് റിയലൈസ് റിയൽ ലൈഫ് മാറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം, നമ്മൾ ആ ഒരു പുസ്തക വായന തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ തരത്തിലുള്ള സ്വപ്നങ്ങളും നമ്മുടെ കഴിവുകളും എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ഒന്നിനും പറ്റാത്ത രീതിയിൽ മാറിപ്പോവും. അഡിക്ഷൻ ടു സോഷ്യൽ മീഡിയ ഓൺലി ഹെൽപ്പ് ടു കട്ട് ഓഫ് ദ വിങ്സ് ഓഫ് യുവർ ഡ്രീംസ്. അപ്പോൾ സോഷ്യൽ മീഡിയയോടുള്ളൊരു അഡിക്ഷൻ എന്തിനു മാത്രം നമ്മളെ സഹായിക്കുള്ളൂ, നമ്മുടെ ചിറകുകൾ നമുക്ക് നഷ്ടപ്പെടാൻ മാത്രമേ സഹായിക്കുള്ളൂ, അല്ലാതെ പോസിറ്റീവായിട്ട് യാതൊരു കാര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല.
ഇനി അതിൽ എസ്സേ ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഇത് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ കേട്ടിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് ഇത് എന്താണ് പറഞ്ഞതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്കൊരു 100% ഷുവറാണ്. അപ്പോൾ ഈ ഒരു എസ്സേ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ കമൻറ്റ് ഓൺ ലൂയിസ് മാഗ്നീസ് പെർസ്പെക്റ്റീവ് ഓൺ പോസ്റ്ററിറ്റി. അപ്പോൾ പോസ്റ്ററിറ്റിയുടെ മീനിങ് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിൽ എന്തൊക്കെ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതെന്തായാലും മറക്കാതെ പഠിക്കണം. അപ്പോൾ പോസ്റ്ററിറ്റിയോട് അല്ലെങ്കിൽ ഭാവി ജനറേഷനോട് എന്താണ് അദ്ദേഹം പറയാനായിട്ട്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ കവിതയിലെ കാര്യങ്ങൾ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതിൽ ഒരു ഓഥറുടെ ഡീറ്റെയിൽസ്, അദ്ദേഹത്തിൻ്റെ വർക്ക്സ്, അദ്ദേഹത്തെ ഏത് കളക്ഷനിൽ നിന്നാണ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ആ പോയിന്റ്സ് ഒക്കെ ഒരു ഫസ്റ്റ് പാരഗ്രാഫായിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പോസ്റ്ററിറ്റി, ആ ഒരു പോസ്റ്ററിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോസ്റ്ററിറ്റിയോട് കൂടിയിട്ട് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചർ ജനറേഷനോടുള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇതാണ് പിന്നീട് നമ്മൾ അങ്ങോട്ട് പറയേണ്ട കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് ആ ഒരു വേർഡ്സിന് വേണ്ടി അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്, വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്താ പറയുക പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ പോയിന്റ്സ് ഒന്നും മിസ് ചെയ്യാതെ തന്നെ എഴുതുക. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അദ്ദേഹം മെയിനായിട്ട് പുസ്തകങ്ങളുടെ ഇമ്പോർട്ടൻസ് ആണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്താ, സോഷ്യൽ മീഡിയയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അഡിക്ഷൻ, ഈ 2 പോയിന്റ്സിനെയും വിടാതെ സ്കിപ്പ് ചെയ്യാതെ തന്നെ എഴുതാനായിട്ട് എല്ലാ ചോദ്യങ്ങളിലും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ എന്താണ് പുസ്തകങ്ങൾ എങ്ങനെയാണ് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതേപോലെ തന്നെ റീഡിങ് സ്പീക്കിങ്ങും എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതേപോലെ നമ്മുടെ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ, ഫ്ലവേഴ്സിൻ്റെ, ഗ്രാസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. ഇതൊന്നും ഒറിജിനലി ആ ഫ്രൂട്ടിൻ്റെയും ഫ്ലവറിൻ്റെയും കേസ് പറയല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റുകളൊക്കെ എടുത്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ സ്പേസ് കിട്ടും, ഇത്തിരി കൂടെ കൂടുതൽ നമുക്ക് എലാബറേറ്റ് ആക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്, നമ്മളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇടപെടലിൽ നിന്നൊക്കെ നമ്മളെ മുറിച്ച് മാറ്റിയിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേർപെടുത്തി കൊണ്ടുപോകുന്നതിനൊക്കെ ഒരു വലിയൊരു പങ്ക് ആർക്കുണ്ട്, സോഷ്യൽ മീഡിയയ്ക്കും അതേപോലെ തന്നെ ടെക്നോളജിക്കും ഇൻ്റർനെറ്റിനൊക്കെ ഉണ്ട് എന്നൊക്കെ അദ്ദേഹം ഇതിനകത്ത് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, നമുക്ക് ഫൈനലി വേണമെങ്കിൽ പറയാം, അദ്ദേഹം പറഞ്ഞ പോലെ പുസ്തകങ്ങൾ അങ്ങനെ കംപ്ലീറ്റ്ലി നിലച്ചു പോയി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും ബുക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും മോശമായ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടില്ല എന്നൊരു സമാധാനം വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ധാരണയൊക്കെ നമുക്ക് വയ്ക്കാം. പക്ഷെ നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, സോഷ്യൽ മീഡിയയോടുള്ള അഡിക്ഷൻ നമുക്കില്ല. അദ്ദേഹം പറഞ്ഞത് വെറുതെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ആ ഒരു അഡിക്ഷൻ ഇപ്പം തന്നെ ഒരു വിഭാഗങ്ങൾക്കും അല്ലെങ്കിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും എന്ത് വന്നിട്ടുണ്ട്, ആ ഒരു അഡിക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് റോക്കിംഗ് ഹോഴ്സ് വിന്നർ റിട്ടൺ ബൈ D.H. ലോറൻസ്. അപ്പോൾ ഇത് കുറച്ച് വലുപ്പം തോന്നിക്കുന്ന എന്നാൽ ഒരുപാട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ സംഭവം എന്താണ്, സ്റ്റോറി ഓഫ് ഗ്രീഡ് ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രക്റ്റീവ് കോൺസിക്വൻസസ്. ഒരു ഗ്രീഡ്, പണത്തിനോടുള്ള ഒരു കൊതിയാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് കാണുന്നത്. അങ്ങനത്തെ ഒരു ആർത്തി കാരണം ഏതൊക്കെ തരത്തിലാണ് ഡിസ്ട്രക്റ്റീവായിട്ട്, എങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് വിനാശമാണ് അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വിനാശകരമായ പരിണത ഫലങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ലൈൻ എന്തായാലും ഓർത്ത് വയ്ക്കുക, സ്റ്റോറി ഓഫ് ഗ്രീഡ് ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രക്റ്റീവ് കോൺസിക്വൻസസ്. ഇതിനകത്ത് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാണാതെ പഠിച്ച് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, പോളും പോളിൻ്റെ അമ്മയാണ്. അപ്പോൾ ഹെസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിൻ്റെ അമ്മയാണ് എന്നുള്ളത് ഓർക്കണം. പോൾസ് മദർ ഹെസ്റ്റർ ഓൾവേസ് ഫീൽസ് ദാറ്റ് ഷീ ഈസ് അൺലക്കി ആൻഡ് ഡസൻ ഫീൽ എൻ അറ്റാച്ച്മെൻറ്റ് ടു ഹർ ചിൽഡ്രൻ ഓർ ഹർ ഹസ്ബൻഡ്. അപ്പോൾ ഇവിടെ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ അൺലക്കിയാണ്, എൻ്റെ ഹസ്ബൻഡ് അൺലക്കിയാണ്. അങ്ങനെ അവർക്ക് അവരുടെ ഹസ്ബൻഡിനോടായാലും മക്കളോടായാലും ഒന്നും അവർ മെൻ്റൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തൊരു ലേഡിയാണ്. അതൊക്കെ അവരുടെ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചൊക്കെ നമ്മൾ ചാപ്റ്റർ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഹെസ്റ്റർ ആരാണ്, എങ്ങനെയാണ് അവരുടെ നേച്ചർ എന്നുള്ളതൊക്കെ. പിന്നെ എന്താണ്, ദർ ഹാഡ് എ കോൺസ്റ്റന്റ് വിസ്പറിംഗ് ഇൻ ദ ഹൗസ്, ദർ മസ്റ്റ് ബി മോർ മണി. ആ ഒരു ഫ്രേസ് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. കാരണം ആ ഒരു ഹൗസിനകത്ത് ഏറ്റവും കൂടുതൽ തവണ വിസ്പർ ചെയ്യുന്നത് പോലെ തോന്നിക്കുന്ന, അല്ലെങ്കിൽ മർമർ ചെയ്യുന്ന പോലെ തോന്നിക്കുന്ന ആ ഒരു സെൻറ്റൻസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി മോർ മണി. അത് ഇതേപോലെ പഠിച്ചിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ദേ ഹാവ് ഇൻകം ടു ലിവ് ഹാപ്പിലി ബട്ട് നോട്ട് എനഫ് ടു കീപ്പ് അപ്പ് ദെയർ പ്രിട്ടൻസസ്. അപ്പോൾ അവർക്ക് പൈസ ഇല്ലാത്തവരെന്നല്ല, എല്ലാവരും സാലറി ഉള്ളവരും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അവർക്ക് അവരുടെ ആ ഒരു കാട്ടിക്കൂട്ടലുകൾക്ക്, അല്ലെങ്കിൽ ആ ഒരു പുറമേ കാണിക്കുന്ന പുറംപൂച്ച എന്നൊക്കെ പറയില്ലേ, അതിനുള്ള ആ ഒരു അത്രയും സമ്പത്തില്ല എന്നല്ല, കിട്ടുന്നതിൻ്റെ ഇരട്ടി ചിലവാക്കുന്നുണ്ട് അവർ. അതാണ് പ്രശ്നം, അല്ലാതെ പൈസ ഇല്ലാത്തവരൊന്നും അല്ല അവർ. ഫ്രം ഹിസ് മദർ പോൾ ലേൺസ് ദാറ്റ് ലക്ക് ഈസ് വാട്ട് ബ്രിങ്സ് പീപ്പിൾ മണി. അപ്പോൾ അമ്മയിൽ നിന്നും മകനായിട്ടുള്ള പോൾ മനസ്സിലാക്കുന്നത് എന്താണ്, അതായത് ലക്കാണ് എപ്പോഴും ഭാഗ്യമാണ് നമ്മളെ പണം നമ്മളിലേക്ക് എത്തിക്കുന്നതിൻ്റെ മുഖ്യ ഘടകം എന്നാണ്. ഭാഗ്യമുള്ളവർക്കാണ് പണം കിട്ടുള്ളൂ എന്നാണ് അവൻ പറയുന്നത്, അല്ലെങ്കിൽ അവൻ അമ്മയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഹി നോസ് ഹി ക്യാൻ ഗെറ്റ് മണി ബൈ വിന്നിങ് ഇൻ ഹോഴ്സ് റേസസ്. അപ്പോൾ അവൻ തീരുമാനിക്കുകയാണ് ഹോഴ്സ് റേസുകളിൽ
ബെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബെറ്റ് ചെയ്യുന്നതിൽ കൂടെ എന്തിനു സാധിക്കും, അവന് ഇതേപോലെ തന്നെ കൂടുതൽ പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നുണ്ട്. ടു നോ ദ വിന്നിംഗ് ഹോഴ്സ് പോൾ റൈഡ്സ് ഹിസ് റോക്കിംഗ് ഹോഴ്സസ് വിത്ത് ഫ്രാൻറ്റിക് സ്പീഡ്. അപ്പോൾ ആ ഒരു വിന്നിംഗ് ഹോഴ്സിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി അവൻ യൂസ് ചെയ്യുന്നത് അവൻ്റെ റോക്കിംഗ് ഹോഴ്സാണ്. ആ ഒരു മരക്കുതിരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര സ്പീഡായിട്ട് ഇങ്ങനെ അതിനെ റൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ഓട്ടോമാറ്റിക്കലി അത് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഭാവിയിൽ വരാൻ പോകുന്ന ആ ഒരു ഹോഴ്സ് റേസിൽ ആരാണ് ജയിക്കുന്നത് എന്ന് അവന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ആണ്, അല്ലാതെ ഒരു മരക്കുതിരയിൽ കയറി ഓടിച്ചതിനെ കൊണ്ട് ഒരിക്കലും നമുക്ക് എന്തിനാ പറ്റില്ല, ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊക്കെ ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻ്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ദിസ് ഇസ് ഹൗ പോൾ സീക്സ് ഹിസ് ലക്ക്. ഇങ്ങനെയാണ് അവൻ അവൻ്റെ ലക്ക് കണ്ടെത്തുന്നത്. ഹെസ്റ്റേഴ്സ് ഗ്രീഡ് ഫോർ മണി ഇൻക്രീസസ് ഡേ ബൈ ഡേ. അപ്പോൾ നമ്മൾ പറയുന്നുണ്ടായിരുന്നു അവൻ ഓൾറെഡി കിട്ടിയ കുറച്ച് പൈസ അങ്ങനെ ഘടുക്കളായിട്ട് അമ്മയ്ക്ക് കൊടുക്കാനുള്ള പ്ലാൻ ചെയ്യുന്നതും അത് ഒന്നിച്ച് അമ്മ വാങ്ങാൻ ശ്രമിക്കുന്നതും അതിനുശേഷം അവർക്ക് അതിലും യാതൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടാത്തൊരവസ്ഥ, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം എത്ര പണം കിട്ടിയാലും അതിലൊന്നും ആ ഒരു ഗ്രീഡ് മാറാത്തൊരു സിറ്റുവേഷൻ. ഹെസ്റ്റർ അഡ്വൈസസ് പോൾ അബൌട്ട് ദ റിസ്ക്സ് ഇൻ ഗാംബ്ലിംഗ്. ഹെസ്റ്റർ പറയുന്നൊക്കെ ഉണ്ട് ഗാംബ്ലിംഗ് ഒക്കെ ഭയങ്കര മോശമാണ്, നെഗറ്റീവാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ഇതിന് എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ബട്ട് ഓൾ ദ സെയിം ഷീ ഗോസ് ഓൺ കംപ്ലൈനിങ് അബൌട്ട് ദ ലാക്ക് ഓഫ് മണി ആൻഡ് പോൾ സംഹൗ വാണ്ട്സ് ടു മേക്ക് മണി. അപ്പോൾ അതിൻ്റെയൊക്കെ മേലെ ഇതിൻ്റെയൊക്കെയും പറയുന്നുണ്ടെങ്കിലും അവനെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കൂടെ ഇവരുടെ എന്തും ഇവൻ കേൾക്കുന്നുണ്ട്. ഈ കംപ്ലൈനിങ് പൈസ ഇല്ല എന്നുള്ള ഒരു കംപ്ലൈനിങ്ങും അതിൻ്റെ കൂടെ തന്നെ അവർ പറയുന്നുണ്ട്. അത് ഒഴിവാക്കാനൊന്നും അവരൊരിക്കലും റെഡിയല്ല. ഇൻ ദ ലാസ്റ്റ് ഡേ ബൈ ഹി വിൻസ് 70,000 pounds ആൻഡ് ഹി ഹാസ് നൗ മോർ ദാൻ 80,000 pounds ഓൾ ഏർഡ് ഇൻ ഗാംബ്ലിംഗ്. അപ്പോൾ അവർ ഏതാണ് ലാസ്റ്റ് ഹോഴ്സ് റേസ് ഏതാണെന്നും പറ്റുമെങ്കിൽ അതിലെ ഹോഴ്സിൻ്റെ പേരെന്താണെന്നും അതേപോലെ തന്നെ അതിൽ എത്ര എമൗണ്ട് ആണ് അവൻ വിൻ ചെയ്യുന്നതെന്നും ഇതൊക്കെ ഒന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ, അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ എസ്സേക്ക് നമുക്ക് ലൈൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള ടിപ്സാണ് കേട്ടോ. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സെൻറ്റൻസുകളൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമുള്ള കാര്യങ്ങൾ, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് സെൻറ്റൻസും കിട്ടും, അതേപോലെ തന്നെ നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഹോഴ്സ് റേസിൽ 70,000 pounds അതിൻ്റെ മുന്നത്തെ 10,000 കൂടെ ആഡ് ചെയ്ത് മൊത്തം 80,000 pounds അവന് കിട്ടുന്നുണ്ട്. ബട്ട് ഹി ഡൈസ് ബിക്കോസ് ഓഫ് ഹിസ് ഫ്രണ്ട്സിഡ് എഫേർട്സ് അറ്റ് ഗാംബ്ലിംഗ്. പക്ഷേ അതിൻ്റെ ആ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കൂടിയിട്ട് അവസാനം ആ കുട്ടി മരിച്ചു പോകുന്നു നമ്മളിതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, ആ ഒരു അമ്മയുടെ ആ ഒരു ഗ്രീഡിന് വേണ്ടി അതിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടി ഈ മകൻ കിടന്ന് ഓടുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഫൈനലി അവൻ എന്ത് ചെയ്യണം, ആ കുട്ടീനെ അമ്മയ്ക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു വിനാശകരമായിട്ടുള്ള ഒരു റിസൾട്ട്, പരിണിത ഫലമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ D.H. Lawrence ദി റോക്കിംഗ് ഹോഴ്സ് വിന്നർ ഇസ് എ സ്റ്റോറി ഓഫ് ഗ്രീഡ് ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രക്റ്റീവ് കോൺസിക്വൻസസ് എലൂസിഡേറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ഗ്രീഡും അതിൻ്റെ ഡിസ്ട്രക്റ്റീവ് കോൺസിക്വൻസുകളും ആണ് ഇതിൽ കാണിക്കുന്നത് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുക. ഈ എക്സാമ്പിൾസ് ഇപ്പോൾ ഈ നടക്കുന്ന ഇൻസിഡൻസ് പറഞ്ഞാൽ മാത്രം മതി, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു രീതിക്ക് തന്നെയാണ് ഇതിനകത്ത് മെയിനായിട്ട് ചോദ്യങ്ങൾ വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഫസ്റ്റ് എന്ന് പറയാം, തീർച്ചയായിട്ടും ഇത് എന്ത് തന്നെയാണ്, ഒരു ഗ്രീഡിനെ കുറിച്ച് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് കോൺസിക്വൻസുകളെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. മാത്രമല്ല ഇതിലെന്താണ് അവരെപ്പോഴും പറയുന്നത് എന്താണ്, ഞാൻ അൺലക്കിയാണ്. ഹെസ്റ്റർ പറയുന്നത് അവർ അൺലക്കിയാണ്. അതേപോലെ ഹെസ്റ്ററിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക കേട്ടോ. മാരീഡ് ആണ്, ഹസ്ബൻഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അവരുടെ മക്കളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നിലും ഹാപ്പിനെസ് കണ്ടെത്താൻ സാധിക്കുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് എല്ലാവർക്കും രണ്ടുപേർക്കും ഇതേപോലെ ഹസ്ബൻഡിനും വൈഫിനും ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിലും അതിലൊന്നിലും അവർക്ക് യാതൊരു തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നില്ല. പിന്നെ എന്താണ്, എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഷോർട്ടേജ് ഓഫ് മണിയാണ് കാണുന്നത്. കാരണം എന്താ, അവരുടെ ചിലവ് വരവിനേക്കാൾ കൂടുതൽ ചിലവാണ്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ഇത് പോൾ ആരാണ്, അതേപോലെ തന്നെ പോളിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ നമുക്ക് അതിനകത്ത് പറയാം. അപ്പോൾ അമ്മയുടെ ആ ഒരു ബാധ്യതകളും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, അവൻ അമ്മയിൽ നിന്ന് അറിയുന്നുണ്ട് ഇങ്ങനെ ലക്ക് വേണമെന്നുള്ളതും. ഇപ്പോൾ ലക്കിന് വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഹോഴ്സ് റേസുകളിൽ പങ്കെടുക്കാം മീൻസ് അതിൻ്റെ ആ ഒരു എന്താ വെച്ചാൽ ചൂതാട്ടത്തിന് വേണ്ടിയിട്ട് പങ്കെടുക്കാം. അങ്ങനെ അതിൽ ബെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ എമൗണ്ട് കിട്ടുമെന്നൊക്കെ അവൻ തിരിച്ചറിയുന്നു. അതിന് അവൻ സഹായത്തിന് കൂടെ കൂട്ടുന്നത് നമ്മുടെ റോക്കിംഗ് ഹോഴ്സിനെയാണ്. അതേപോലെ തന്നെ എന്താണ്, ആ ഒരു അമ്മയുടെ ഒരു കംപ്ലൈനിങ് തീർച്ചയായും എപ്പോഴും ഇങ്ങനെ ലാക്ക് ഓഫ് മണിയെ കുറിച്ച് കംപ്ലയിൻ ചെയ്യുന്നതും ഫൈനലി ഇവൻ ഇങ്ങനെ ഒരുപാട് ഹോഴ്സ് റേസുകൾ പങ്കെടുക്കുന്നു. ലാസ്റ്റ് ഹോഴ്സ് റേസിൽ 80,000 മൊത്തത്തിൽ അവന് കിട്ടുന്നതും അതേപോലെ തന്നെ അത് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ആ ഒരു റിസൾട്ട് വരുമ്പോഴേക്ക് തന്നെ അവൻ അസുഖം ബാധിച്ചിട്ട് അവൻ മരിച്ചു പോകുന്നതായിട്ടുള്ള ഇൻസിഡൻസ് അതേപോലെ തന്നെ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ വളരെ ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് മെമ്മോയിർസ് ഓഫ് എ മാഡ്മാൻ written by ഗസ്റ്റാഫ് ലോബർട്ട്.
അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ്, ഒരു ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഒരു ഭ്രാന്തൻ്റെ കുറേ ഭ്രാന്തുകൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇതിനകത്ത് പറയുന്നത് മിസ്സേ, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് ഉള്ളത് ടീച്ചറെ, ഒരു ഭ്രാന്തൻ്റെ കഥയല്ലേ എന്നൊക്കെ എൻ്റെ കുട്ടികളൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. സെയിം അത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവം ഇത്ര തന്നെ ഉള്ളൂ. അതായത് ഒരു ഭ്രാന്തൻ്റെ ഒരു കഥ തന്നെയാണ്, ആൾ കുറേ ഭ്രാന്ത് പറയുന്നത് തന്നെയാണ്. പക്ഷേ നമുക്കത് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ നോക്കി കാണേണ്ട രീതിയിൽ നോക്കിക്കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെറുതെ ഒരു ഭ്രാന്തൻ്റെ കഥയല്ല അതിനകത്ത് പറയുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ഹി വാണ്ടഡ് ടു റൈറ്റ് ആൻ ഇൻട്രോസ്പെക്റ്റീവ് നോവൽ. അപ്പോൾ ആൾ പറയുന്നുണ്ട് ഫസ്റ്റ് ഞാനൊരു ഇൻട്രോസ്പെക്റ്റീവ് നോവലൊക്കെയാണ് എഴുതാൻ ശ്രമിച്ചത്, ബട്ട് ഇവൻച്വലി ഹിസ് പേഴ്സണൽ ഫീലിങ്സ് ഓവർവെൽംഡ് ഹിസ് റൈറ്റിംഗ്. പക്ഷേ അങ്ങനെ ഇവൻച്വലി പിന്നീട് എന്ത് സംഭവിക്കുന്നു, അയാളുടെ ആ ഒരു പേഴ്സണൽ ഫീലിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്തോട്ട് കടന്നു കയറുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഡിക്ലയർസ് ഹിംസെൽഫ് ആസ് എ മാഡ്മാൻ. അദ്ദേഹം സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, ഞാനൊരു ഭ്രാന്തനാണ് എന്ന് സ്വയം പറയുന്ന ഒരു വ്യക്തി. എത്ര പേര് സമ്മതിക്കുക എനിക്ക് ഭ്രാന്തുണ്ടെന്നൊരു ഭ്രാന്തുള്ള ആൾ അങ്ങനെ സമ്മതിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ എന്തായാലും ഇവിടെ നമ്മുടെ റൈറ്റർ എന്താ പറയുന്നത്, ഞാനൊരു ഭ്രാന്തനാണെന്ന് സ്വയം അങ്ങോട്ട് ഏറ്റ് പറയുന്നുണ്ട്. ആസ് ഹിസ് വർക്ക് is the product of overburdened thoughts in the heart, the reader might not get any conclusion. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, മനസ്സിലിങ്ങനെ തിങ്ങി നിറഞ്ഞു വന്നിട്ടുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ആ ഹൃദയത്തിലെ അല്ലെങ്കിൽ ചിന്തകളാണ് പുറത്തേക്ക് അദ്ദേഹം ഒരു വാക്ക് കൂടെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് വലിയൊരു കൺക്ലൂഷൻ, നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ഒരു ചാപ്റ്ററിൽ ഇത് ഗ്രീഡിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഇത് എന്താ പറയുക ഭാവി തലമുറയുടെ അഡിക്ഷനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ ഒരു ലൈനിൽ നമുക്കിത് പറയാൻ സാധിച്ചോളണമെന്നില്ല. കാരണം ഒരു ഭ്രാന്തനായ മനുഷ്യനെന്ന് സ്വയം മുദ്ര കുത്തിയിട്ടുള്ള ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകളാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഫോർ ഹിം ഇറ്റ് ഈസ് ഫൂളിഷ് ടു ആസ്ക് സംവൺ അബൌട്ട് റീസൺ ബിഹൈൻഡ് ദെയർ ആക്ഷൻസ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരു എഴുത്തുകാരനോട് അയാൾ എഴുതുന്നതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ എന്തിനാണ് എഴുതുന്നതെന്ന് ചോദിക്കുന്നത് വെറും മണ്ടത്തരമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, മിക്കവാറും ഞാനിത് എന്തിനാണ് എഴുതിയെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു വരണ്ട, ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആയിരിക്കും കേട്ടോ ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഹി അഡ്മിറ്റ്സ് ദാറ്റ് ഹിസ് ബുക്ക് ഈസ് നോട്ട് പ്രൊവൈഡിങ് എനി കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ടു ഡിസ്കസ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എൻ്റെ ബുക്കിനകത്ത് നിങ്ങൾക്ക് കാര്യമായിട്ട് എന്താ പറയുക ഗഗനമായി ചിന്തിക്കാൻ വേണ്ടിയുള്ള ടോപ്പിക്കുകളൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് റിട്ടൺ വിത്ത് എ ഫിക്സഡ് പ്രീ പ്ലാൻ. കാരണം ആ ഒരു പുസ്തകം എഴുതുന്നതിന് അദ്ദേഹം കൃത്യമായിട്ട് മുൻകൂട്ടി ഒരു പ്ലാനൊക്കെ വെച്ച് ഒരു മുൻധാരണയൊക്കെ വെച്ചിട്ടൊന്നുമല്ല അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. ഹി ഫീൽസ് ഹിംസെൽഫ് ദാറ്റ് ഹി ജസ്റ്റ് വേസ്റ്റഡ് സം ഇങ്ക് ആൻഡ് പെൻസ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ജസ്റ്റ് ദിസ് തോട്ട്സ് ഓഫ് സോൾ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എന്താ പറയുക വെറുതെ എഴുതിയിട്ട് കുറേ പെന്നും കുറേ മഷിയും ചിലവാക്കി എന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് അദ്ദേഹം തന്നെ സ്വയം സമ്മതിക്കുന്നുണ്ട്. യെറ്റ് ഹി ക്ലെയിംസ് ഹിസ് വർക്ക് സ്പീക്സ് അബൌട്ട് ഹിസ് ഐഡിയാസ് ഓഫ് മോറൽ ഡ്യൂട്ടീസ്, വേർച്യു ആൻഡ് ഫിലാന്ത്രോപ്പി. ഫിലാന്ത്രോപ്പിയുടെ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുന്നുണ്ട്. ഫിലാന്ത്രോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പാവപ്പെട്ടവരെ സഹായിക്കുക, എസ്പെഷ്യലി ഫിനാൻഷ്യലി സഹായിക്കുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹം ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു ടേം കൃത്യമായിട്ട് അറിഞ്ഞു വയ്ക്കുക. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബൂട്ടിൻ്റെ അടിയിൽ ആ ഫിലാന്ത്രോപ്പി എന്ന ആലേഖനം ചെയ്ത് വെക്കണം. അങ്ങനെ ആകുമ്പോൾ ഏത് മനുഷ്യനും അതിൻ്റെ ഒരു എൻ്റെ കാൽപാദം ചെല്ലുന്നിടത്തൊക്കെ അതിൻ്റെ ഒരു പ്രിൻ്റ് പതിയുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവരും മനസ്സിലാക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഒരു വേർഡ് എന്തായാലും ഓർത്ത് വയ്ക്കുക, വേർഡും അതിൻ്റെ മീനിങ്ങും. ഹി ബിലീവ്സ് ദാറ്റ് ബൈ ഇൻസ്ക്രൈബിംഗ് ദ വേർഡ് philanthropy on his boots let people even with the lowliest vision can by heart it. He concludes with a question which asks readers about what they think themselves. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്താണ്, നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നൊരു ചോദ്യം, ഒരു കുഴപ്പിക്കുന്ന ചോദ്യം അല്ലേ. അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു വാക്ക് നമുക്ക് അവസാനിപ്പിക്കുന്നത്, കൺക്ലൂഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിലൊരു എസ്സേ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ലോബർട്ട് എക്സ്പോസസ് ദ ക്ലീഷേഡ് എക്സ്പെക്ടേഷൻസ് ഓഫ് ദ റീഡർ ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് മെമ്മോയിർസ് ഓഫ് എ മാഡ്മാൻ ഡിസ്കസ്. ഇതാണ് അതിൻ്റെ ഒറിജിനൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ക്ലീഷേഡ് എക്സ്പെക്ടേഷൻ, ക്ലീഷ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു രീതിയാണ്. നമ്മൾ ക്ലീഷ ഡയലോഗാണ്, എപ്പോഴും കേട്ട് തഴമ്പിച്ച ഡയലോഗാണ്, അല്ലെങ്കിൽ ക്ലീഷ ആയിട്ടുള്ള സീനാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. പൊതുവേ ഒരു ബുക്ക് എഴുതുക എന്ന് പറയുന്നത്, ബുക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും. ഇതിൽ അങ്ങനെ ഒരു കഥയുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തിയറി ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഗുണപാഠം പോലെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷേ ആ ഒരു എക്സ്പെക്ടേഷൻ, ആ ഒരു ക്ലീഷയാണ് അദ്ദേഹം ഇവിടെ തിരുത്തി കുറിക്കുക. ഇതൊന്നും എൻ്റെ ബുക്കിലില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന കഥയോ കവിതയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വലിയ വലിയ ആശയങ്ങളോ അല്ലെങ്കിൽ ഗുണപാഠങ്ങളോ മോറൽ സ്റ്റോറികളോ ഒന്നും എൻ്റെ വർക്കിൽ നിന്ന് കിട്ടാനില്ല എന്നാൽ എഴുത്തുകാരൻ തന്നെ പറയുക എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ക്ലീഷേഡ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസിനെയൊക്കെ തിരുത്തി കുറിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വെറുതെ ഭ്രാന്തൻ്റെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ തള്ളിക്കളയണ്ട. ഭ്രാന്തിനകത്തും എന്തോ ഒരു കാര്യം കിടക്കുന്നുണ്ട് എന്നുള്ളത് ഓർക്കാം. അപ്പോൾ എന്താണ് ഇതിനകത്ത് ഫസ്റ്റ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇൻട്രോസ്പെക്റ്റീവ് നോവലാണ് എഴുതാൻ പ്ലാൻ ചെയ്തത്. പിന്നെ അതിലേട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫീലിങ്സ് കടന്നു കയറിയ കാര്യങ്ങളും, പിന്നെ അദ്ദേഹം സ്വയം ഒരു മാഡ്മാൻ ആണ് എന്ന് അഡ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ആ ഒരു വർക്കിലുള്ളത് എന്താണ്
അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉള്ള കാര്യങ്ങളിൽ ആ ഒരു ബർഡൻ അദ്ദേഹം ഇറക്കി വെക്കുന്നതാണ് എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ എന്താ പറയുന്നത്, പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് മറ്റുള്ളവരോട് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനോട് എന്തിനാണ് നിങ്ങൾ എഴുതുന്നതെന്ന് ചോദിക്കുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. പിന്നെ എന്താണ്, അദ്ദേഹം കുറേ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ കെമിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങൾ എൻ്റെ ബുക്കിലില്ല, ഫിലോസഫിക്കലായിട്ടുള്ള ഒന്നുമില്ല, അഗ്രികൾച്ചറലായിട്ടൊന്നുമില്ല, ചുരുക്കി പറയുന്നത് യൂസ്ഫുൾ ആയിട്ടൊന്നുമില്ല എൻ്റെ ബുക്കിനകത്ത് എന്നുള്ളതാണ്. പിന്നെ എന്താണ്, ഇതിനകത്ത് ഈ വാക്കിനകത്ത് ആകെയുള്ളത് ഒരു ഭ്രാന്തൻ്റെ കുറേ കാര്യങ്ങൾ സംസാരങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ എൻ്റെ കുറേ ആശയങ്ങൾ മാത്രമാണ്, അല്ലാണ്ട് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്താണ്, ഒരു വായനക്കാരനെ ഗൈഡ് ചെയ്യാൻ മാത്രമുള്ള വലിയ ഒരു പോയിന്റോ അല്ലെങ്കിൽ ആശയമോ ഒരു മോറലായിട്ടുള്ള കാര്യമോ ഒന്നും ഇതിനകത്ത് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ് ഈ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയുന്ന കാര്യങ്ങളാണ് ആക്ച്വലി ക്ലീഷേഡ് എക്സ്പെക്ടേഷൻസ്. ഇതാണ് മറ്റുള്ളവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യാണ്, എൻ്റെ കയ്യിലില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഒരു ക്ലീഷേഡ് എക്സ്പെക്ടേഷൻസിനെ തിരുത്തി കുറിക്കുന്നത് എന്നുള്ള രീതിക്ക് തന്നെ അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൻ്റെ ആൻസർ കിട്ടാനായിട്ട് സാധിക്കും. ഇത്രയൊക്കെ തന്നെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാനും ചാൻസ് ഉള്ളൂ. ഇത്രയും നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്തുള്ള ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് വളരെ എളുപ്പത്തിൽ എഴുതാനായിട്ട് സാധിക്കും. താങ്ക്